ഹലോ അസ്സലാമു അലൈക്കും. രാവിലെ ചായ ഉണ്ടാക്കണം കേട്ടോ. അന്ന് ക്രിസ്മസ് അല്ലേ, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം ഞാൻ ചായ ഉണ്ടാക്കി നെയ്ച്ചോറ് വെക്കാൻ പോവാണ് കേട്ടോ. അതിനുള്ള സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ ശരിയാക്കണം. ഇതെൻ്റെ വല്യമ്മ പുതിയനേരെ നേരാക്കി തരും കേട്ടോ. അപ്പോൾ അത് ചിക്കൻ ഇന്നലെയൊക്കെ മേടിച്ചൊക്കെ പുരട്ടി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഇത് പൊരിക്കാനുള്ളത്. ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ പുറത്ത്. ഇത് ചിക്കൻ കറി വെക്കാനുള്ളത്. ഇതിൻ്റെ റൂബിക്ക് കേട്ടോ, ലിവർ ഇത് റൂബിക്ക് ഉണ്ടാക്കി കൊടുക്കണം. ക്രിസ്മസ് അല്ല, അപ്പോൾ അവർക്ക് സ്പെഷ്യൽ ഇരിക്കട്ടെ. അപ്പോൾ എല്ലാവരും കുളിപ്പിക്കണം, റോബിനെ കുളിപ്പിക്കണം. പിന്നെ ഇതാ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പ് കത്തിച്ച് കുടിക്കാനുള്ള വെള്ളങ്ങളൊക്കെ ചൂടാക്കി വെച്ച് നിറയെ പണികളുണ്ട്. അപ്പോൾ ഇതേണ്ട ഞാൻ അടുപ്പ് കത്തിക്കുമ്പോൾ ചകിരിയും ഇതൊക്കെ കൊടുത്ത് വയ്ക്കും. അപ്പോൾ ഇന്നേരത്ത് ഇങ്ങനെ ഓരോന്ന് അടുപ്പ് കത്തിക്കും കേട്ടോ. പിന്നെ നാഷ്ട വന്നിട്ട് ഇതാ ദോശയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കണം. അത് ഉണ്ടാക്കണം, കറിയൊക്കെ വെക്കണം. അപ്പോൾ ഫസ്റ്റ് ചായ കുടിച്ചിട്ട് തുടങ്ങുള്ളൂ പണിയൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റായി കാണുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ചായ കുടിച്ചിട്ട് കാണാം. ചായ കുടിക്കാൻ പോകണം കേട്ടോ. കറണ്ട് പോയിട്ട് ഇവിടെ ഇപ്പോൾ കറണ്ട് പോയി. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് വരാം. എൻ്റെ റൂബിനെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നു കേട്ടോ. എന്നെ കുളിപ്പിക്കണമെന്നേ, അപ്പോൾ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ചായ കുടിച്ചിട്ട് വരാം. അതാ തിരക്കിട്ട പണിയിലാണ്. രാവിലെ നാഷ്ടപ്പണി, ചോറ്, കറി എല്ലാം വെക്കണം. അപ്പം അതിൻ്റെ ഒരു തിരക്കിലാണ്. ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പണി നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, അതിലിരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ കേട്ടോ. ഇതൊക്കെ തന്നെ. അപ്പം എൻ്റെ റീനു ഇതാ ഗെയിം കളിക്കാൻ കൂട്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതല്ലേ അവൻ ഗെയിം കളിക്കുകയാണ്. അതെല്ലാം പഠിച്ചിട്ടാ ഫോണിൻ്റെ. ചായ കുടിച്ച് സമാധാനത്തിൽ ചായ കുടിക്കട്ടെ. ഓക്കെ, കുക്കറിലാണ് കേട്ടോ. എന്താണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകണത്. നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്. പിന്നെ തിളയ്ക്കണു ഗൈസ്. പണികൾ നിറയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഹലോ ഗൈസ്, ഇതാ ഞങ്ങൾക്ക് തൊട്ട വീട്ടിൽ ക്രിസ്മസ് ആയിട്ട് ഇതാ ഒരു കേക്കൊക്കെ തന്നിട്ടോ. അതാ എന്താ ചെയ്യുന്നത്, അവൻ്റെ കേക്ക് മുറിക്കാൻ പറഞ്ഞിട്ട് ഒരു സമാധാനമില്ല എനിക്ക്. അപ്പോൾ അവനെ കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കേക്ക് മുറിക്കാൻ വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ തൊട്ട വീട്ടിൽ ഞങ്ങൾക്ക് ക്രിസ്മസിന് കേക്ക് തന്നു കേട്ടോ. പടം വറുത്തു കേട്ടോ. അതാ കുക്കറിൽ നിർത്തി വെച്ചിട്ടുണ്ട്. അത് ചിക്കൻ പൊരിക്കുന്നു. നാഷ്ട കഴിക്കാൻ വന്നിട്ടേ അവനക്ക് ഒരു സ്റ്റൂളുണ്ട്. ആ സ്റ്റൂൾ അവനക്ക് വേണം എന്നൊക്കെ അറിയുള്ളൂ. അതാണ് ദോശ. വേണ്ട മോളെ, വിട് കുട്ടിനെ. ആ സമാധാനമായി ചെയർ കിട്ടിയപ്പോൾ. താത്താനത്ത് തല്ലുകൂടിയിട്ടേ ചെയർ വാങ്ങിക്കേട്ടാ. അവന് ദോശയും ചിക്കൻ കറി, ചമ്മന്തി രാവിലത്തെ. ഇനി നാശ കഴിച്ചിട്ട് വേണം റീനുവിനെ കുളിപ്പിക്കാൻ. എന്നിട്ട് വേണം കേക്ക് മുറിക്കാൻ. അങ്ങനെ റീനുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഇതാ അവനക്ക് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ടാവുക. അവനക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് മേടിച്ചിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളുടെ തൊട്ട വീട്ടിലൊക്കെ ക്രിസ്മസിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവർ ഒക്കെ കേക്ക് വാങ്ങി അവരൊക്കെ ഇങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ അവനക്കും അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനക്ക് വേണ്ടി എൻ്റെ ഇപ്പോൾ ഒരു കേക്ക് ചെറുതായിട്ടൊന്ന് മേടിച്ചു കൊടുത്താണ് കേട്ടോ. പിന്നെ അത് മുറിക്കാൻ രാവിലെ എണീറ്റും തുടങ്ങിയാണ് മുറിക്കണം പറഞ്ഞിട്ട്. പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് മുറിക്കാമെന്ന് കുളിപ്പിച്ചിട്ടും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മുറിക്കാമെന്ന് സമാധാനിപ്പിച്ചിരുന്നാണ് കേട്ടോ. പിന്നെ അവന് ഇതാ മുറിച്ചു. ഞാൻ അപ്പം തൊട്ട വീട്ടിൽ ഒരു കേക്ക് തന്നാണ് ഈ പാത്രത്തിലുള്ളത്. പിന്നെ അങ്ങനെ അവന് കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾക്കൊക്കെ തന്നു. അപ്പോഴാണ് അവനക്കൊരു സമാധാനമായിട്ടാ. പിന്നെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതാ ഊണ് കഴിക്കാൻ പോകുന്നുണ്ട്. ഊണക്കായി ഇതാ പപ്പടം, ചിക്കൻ കറി, നെയ്ച്ചോറ്, പിന്നെ ഇത് അച്ചാറ്, പിന്നെ ചിക്കൻ പൊരിച്ചത്, പിന്നെ സാലഡ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാൻ പോവാണ്. ഊണ് കഴിച്ചിട്ട് കാണാം. ഇതാ ക്രിസ്മസ് കേക്കും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും ചോറ് കഴിക്കാൻ ഇതാ വിളിച്ച് ഒരു വിധത്തിലെത്തി കേട്ടോ. ഇതാ എൻ്റെ അനിയൻ്റെ മോനാണിത്. അവന് സ്കൂളിൽ ഇപ്പോൾ പൂട്ടിയിരിക്കുകയല്ലേ ക്രിസ്മസ് ആയിട്ട്. അപ്പോൾ അവൻ മാത്രം വന്നാണ്ട്. അവൻ്റെ ഉമ്മ ഇപ്പൊന്നും ആരും വന്നിട്ടില്ല. ഇത് വലുതിട്ടോ എൻ്റെ വലിയൊരു സാധനം. ഇത് ഒരുപാട് വികൃതിയുണ്ട് എൻ്റെ വലുതിന്. അപ്പോൾ ഒക്കെപ്പാടെ തല്ലുകൂടിയിട്ടും എൻ്റെ പടച്ചോനെ ഒരു ചോറ് കഴിക്കൽ കഴിയുമ്പോഴത്തേനും തല്ലുകൂടലാണ്. വലുത് മോളാണ് കേട്ടോ. അവനും ഈ രണ്ടാമത്തെ ചേരിയില്ല കേട്ടോ. എപ്പം നോക്കിയാൽ തല്ലുകൂടിയും കൊണ്ടാണ്. അപ്പോൾ ഒക്കെ തല്ലുകൂടിയിട്ട് ഇതാ ചോറ് കഴിച്ചു കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ.
പിന്നെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ റൂബിക്ക് അതാ അങ്ങനെ ഞങ്ങളൊക്കെ ചോറ് വയ്ക്കൽ കഴിഞ്ഞ് ഞങ്ങളുടെ റൂബിക്ക് ഇതാ സ്പെഷ്യൽ കേട്ടോ. അവനക്ക് കോഴീൻ്റെ ലിവർ ഞാനിങ്ങനെ പുഴുങ്ങിയിട്ട് അവനക്കും വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അവനും കഴിച്ച് സവണപ്പ് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം ട്രെയിൻ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് സവണപ്പ് വന്നായി. പിന്നെ അത് അനിയൻ്റെ കുട്ടി പോയി വാങ്ങിയിട്ട് വന്നു. പിന്നെ അത് മേടിച്ച് എല്ലാവർക്കും ഒഴിച്ച് അതും കുടിച്ച് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് പിന്നെ വൈകുന്നേരത്തേക്ക് പഴംപൊരി ഉണ്ടാക്കാൻ ഞാൻ കുഴച്ച് വെച്ചു. എല്ലാവർക്കും ഇഷ്ടമാണ് പഴംപൊരി. ഇവിടെ എൻ്റെ ചെറുതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചായക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ ഉച്ചയ്ക്ക് കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും ചുട്ട് ചായയും വെച്ചിട്ട് പിന്നെ അതും എല്ലാവർക്കും കൊടുത്ത് കഴിച്ചിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് എനിക്ക് ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല കേട്ടോ. ഒരേ പണി രാവിലെ തൊട്ട് പണി തന്നെയായിരുന്നു കേട്ടോ. വൃത്തിയാക്കലും പാത്രം കഴുകലും നിറയെ പാത്രം. എൻ്റെ വലിയ വെള്ളമുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ അവരെ കഴുകിത്തരും. പിന്നെ രാവിലെ വെച്ച ചിക്കൻ കറി കൂട്ടിയിട്ട് മോളും അവരൊക്കെ പഴംപൊരി കഴിച്ചു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യണേ.